ആമീസ് അടുക്കള ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ആദ്യം ഒരു ഹാപ്പി ന്യൂ ഇയർ പറയുവാണ്. പിന്നെ ഇതിപ്പോൾ മട്ടൻ ചുക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതിനുള്ള മസാല 2 സ്പൂണ് കുരുമുളക് എടുത്തേക്കുന്നത്. കുരുമുളക് 2 സാദാ മുളക്, 2 സ്പൂണ് മല്ലി, പെരുംജീരകം 1 സ്പൂണ്, അതിൻ്റെ പകുതി ചെറിയ ജീരകം, 1 ഗ്രാമ്പു, 2 ഗ്രാമ്പു, 2 ഏലയ്ക്ക, 1 കഷ്ണം പട്ട. ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊണ്ടുവരാം. ഒരു പാൻ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് ഇനിയും കുറച്ച് കറിവേപ്പിലയും കൂടെ. കാശ്മീരി മുളകുണ്ടെങ്കിൽ അതും 2 എണ്ണം ചേർക്കാം. ഞാൻ അതിന് ലാസ്റ്റ് പൊടിയാണ് ചേർക്കുന്നത്, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഓയിലൊന്നും ഒഴിക്കാതെ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ച് കൊണ്ടുവന്നിട്ട് പൊടിച്ച് എടുക്കാം. നമ്മളാ പൊടിച്ച് കൊണ്ടുവന്ന മസാല ഇത് ആദ്യം ഇതിലെ കുറച്ച് ചേർത്താൽ മതി. മട്ടൻ്റെ അനുസരിച്ച് ചേർത്താൽ മതി. പൊടി ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ 2 സ്പൂണ് ഇത് ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതും ടീസ്പൂണ്, ചെറിയ സ്പൂണ്, അതിന് 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരു ശകലം 1/4 ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി. ഇത് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി കുറച്ച് ചതച്ചത്. അപ്പോൾ അതിനെല്ലാം പകുതി വീതം ഇപ്പോൾ ചേർക്കുന്നുള്ളൂ, ബാക്കി വഴട്ടുമ്പം ചേർക്കുന്നുണ്ട്. പേസ്റ്റ് ചേർക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഇങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തോട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ വേവിച്ച് കൊണ്ടുവരാം. കുക്കറിനകത്തിട്ടാണ് ഞാൻ വേവിച്ച് കൊണ്ടുവന്നിട്ട് കാണിക്കാം. മട്ടൻ വെന്തിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ 5 വിസിലടിച്ചിട്ടുണ്ട്. അത് ഒരേ മട്ടൻ്റെ അനുസരിച്ചാണ് വേവ്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ വഴറ്റിയെടുക്കാം. ഒരു പാൻ വെച്ച് അത് ചൂടായിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാൻ ഉണ്ടാക്കുന്നത്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഓയിലിനകത്ത് വെച്ച് ഉണ്ടാക്കാം. 2 സ്പൂണ് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് അതിലോട്ട് തന്നെ 1 ബേലി ലീഫ് അങ്ങോട്ടിടാം. പിന്നെ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അതും അങ്ങോട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരട്ടെ. ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് അങ്ങോട്ട് കൊടുത്ത് അതും ഈ കൂട്ടത്തിൽ കിടന്നങ്ങ് മൂത്തോളും. കുറച്ച് വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതുകൂടെ അതും ഇതിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഒരു 3 പച്ചമുളക് 2ആയിട്ടൊന്ന് കീറിയത്, കുറച്ചുകൂടെ ഞാൻ ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. 2 സവാള ചെറുതായിട്ട് കനം കുറച്ച് കഴിഞ്ഞാൽ അതും അങ്ങോട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതൊന്ന് വഴണ്ട് വന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് വരും. നമ്മൾ മട്ടൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടതാണ്, അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഉപ്പിട്ടാൽ മതി. നമ്മുടെ ഈ മസാല നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ആദ്യം പൊടിച്ച് വെച്ചിരുന്നതിന് കുറച്ചുകൂടെ അത് നോക്കിയിട്ട് വേണം, മട്ടനിൽ നോക്കിയിട്ട് വേണം എത്രമാത്രം വേണമെന്ന്. അപ്പോൾ ഞാനത് 2 സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടി 1/4 ടീസ്പൂണും കാശ്മീരി ചില്ലിയും കൂടെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, മുളക് പൊടിയും കൂടെ. ഇതൊന്ന് മൂപ്പിച്ച് എടുക്കും. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് ഈ മട്ടൻ വേവിച്ചതിൻ്റെ വെള്ളം ഒഴിച്ച് വേണം ഇതൊന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണ്ടേ, ഫ്രൈ ആക്കി എടുക്കണ്ടേ. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ആ മട്ടനും തട്ടിയിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കണം. ലാസ്റ്റ് ഇച്ചിരി മല്ലിയായും ചേർത്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിലോട്ട് നമുക്ക് മട്ടൻ ഇടാം. എല്ലാം ഫ്രൈ ആക്കിയെടുക്കാം. ഇതിന് ഗ്രേവി കാണത്തില്ല മട്ടൻ ചുക്കായ്ക്ക്. നമ്മുടെ മട്ടൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം.
നമ്മുടെ മട്ടൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെ ഇന്ന് കഴിക്കുന്നത്. ഇത് വൈറ്റ് റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നമ്മളെടുത്ത മസാല ഇതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ എന്തൊന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യുക.